ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പുനലൂരിൽ നിന്നും മാമ്പഴത്തറ ചാലിയേക്കര വഴി കുറുവൻതാവളത്തിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഫുള്ളായിട്ട് കാണണേ, സ്കിപ്പ് ചെയ്യല്ലേ. അങ്ങനെ നമ്മൾ വണ്ടിയെല്ലാം കൊണ്ടുവന്ന് പാർക്ക് ചെയ്തതിന് ശേഷം പുനലൂർ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. നമുക്ക് പോകാനുള്ള ബസ്സാണ് ഇതായി കിടക്കുന്നത്. പുനലൂരിൽ നിന്നും 1 മണിക്ക് പുറപ്പെടുന്ന കുറുവൻതാവളം ബസ്. മാമ്പഴത്തറ ചാലിയേക്കര വഴിയാണ് കേട്ടോ ഈ ഒരു ബസ് കുറുവൻതാവളത്തിലേക്ക് പോകുന്നത്. 12:30 ആയപ്പോൾ ബസ്സിൽ കയറിയതാണ്. 12:40 ആയപ്പോഴത്തേക്ക് കണ്ടക്ടർ വന്ന് ടിക്കറ്റ് എടുത്ത് കേട്ടോ. 2 പേർക്ക് 56 രൂപയാണ് ആവുന്നത് കുറുവൻതാവളത്തിലേക്ക്. അപ്പം ഞങ്ങൾ ഇപ്പം 2 പേരും 2 സൈഡിലായിട്ടാണ് ഇരിക്കണം. ഒരു സീറ്റ് കിട്ടിയില്ല ഗൈസ്, അതുകൊണ്ടാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡ്രൈവർ വന്നു. മഴയ്ക്കൊന്നും ഒരു കുറവുമില്ല. അങ്ങനെ ബെല്ലടിച്ചു. നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 1-1.25 മണിക്കൂറോളം സമയമുണ്ട് കേട്ടോ കുറുവൻതാവളത്തിലെത്താൻ വേണ്ടിയിട്ട്. മഴ അതുപോലെ തന്നെ നിൽക്കുകയാണ്. മിക്കവാറും ഇന്നൊന്നും നല്ല രീതിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമ്മൾ പല സമയത്ത് ഇതിലൂടെ വന്നപ്പോൾ പല രീതിയിൽ നമ്മളിതാ ഈ കാണുന്ന തൂക്കുപാലം കണ്ടിട്ടുണ്ട്. രാത്രിയിൽ വന്ന് ഫുൾ ലൈറ്റിൻ്റെ ഇതിൽ കണ്ടിട്ടുണ്ട്, പകൽ വന്ന് കണ്ടിട്ടുണ്ട്. ഇതാ ഇപ്പോൾ മഴയത്തും കണ്ടിരിക്കുന്നു. വാവ്, അടിപൊളി. അലിമുക്ക് എത്തുന്നതിന് കുറച്ച് മുമ്പുള്ള ഒരു ചെറിയൊരു ടേണിങ്ങിൽ നിന്നാണ് ഈ ഒരു റോഡിലോട്ട് കയറുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തേരിയുണ്ട്. ഹാണടിച്ച് തന്നെയാണ് ബസ് ഇതിലെ പല പ്രാവശ്യവും പോകുന്നത്. അതുപോലെ പുറകെ വരുന്ന വണ്ടിയും ഹാണടിച്ച് തന്നെയാണ് വരുന്നത്. മഴ പെയ്തത് കൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഓട ഇല്ലാത്തതുകൊണ്ട് വെള്ളം റോഡിലൂടെ ഒഴുകുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം മഴ പെയ്യുന്നുണ്ടെന്നുള്ളത്. കുത്തിയൊലിച്ചാണ് വരുന്നത്. മൊത്തം ഒരു കയറ്റവും ഇറക്കമായിട്ടുള്ള ഒരു ഏരിയയാണിത്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പുറകെ വരുന്ന വണ്ടി ഹാണടിച്ച് വരുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി ഇപ്പോൾ ഓവർടേക്ക് ചെയ്ത് പോകുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വണ്ടി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാൺ അടിച്ചത്. എന്നാൽ തീർത്തും അങ്ങനെയല്ല സംഭവം. തേരിയും വളവും കൂടെയുള്ള ഒരു സ്പോട്ടാണ്. അപ്പം ഹാൺ അടിച്ചാലേ വണ്ടിക്ക് കയറി പോകാൻ പറ്റുള്ളൂ. പുറകെ വരുന്ന വണ്ടികൾ അലേർട്ട് ചെയ്യുകയാണ്. മുമ്പിൽ നിന്ന് ഏതെങ്കിലും വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും പറ്റുന്ന സ്ഥലത്ത് ഒതുക്കുക, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. മഴയ്ക്കൊരു ശമനം ഇല്ല കേട്ടോ. നമ്മൾ ബസ്സിൽ കയറി നേരം തൊട്ടേ നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു അല്പമെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ മഴ. ഭയങ്കരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഒന്നും കറക്റ്റായിട്ട് കിട്ടണത് പോലും ഇല്ല. ഇനി സൈഡിലൂടെയുള്ള കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റില്ല. എന്തായാലും 2 സൈഡിലും ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. AVT എന്നുള്ള ബോർഡ് കാണുമ്പോൾ നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഇതൊരു തേയിലത്തോട്ടത്തിൻ്റെ മേഖലയാണെന്ന്. എന്നാൽ തീർത്തും അങ്ങനെയല്ല ഗൈസ്. ഇതൊരു എസ്റ്റേറ്റ് മേഖലയാണ്. അപ്പോൾ AVTയുടെ കീഴിലുള്ള ഏതോ എസ്റ്റേറ്റിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ റൂട്ടിലൂടെ സ്ഥിരം ബസ് ഓടിച്ച് പരിചയമുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് തന്നെയാണ് ഈ ഒരു റൂട്ടിൽ വണ്ടി ഓടിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്കിപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. താഴെ കൂടെ ഒരു ആറൊക്കെ ഒഴുകി പോകുന്നുണ്ട്. മഴയ്ക്ക് ലേശം ഒരു ശമനമുണ്ട്. അപ്പോൾ ഞാൻ ഷട്ടറൊക്കെ പൊക്കി വെച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ലയങ്ങളൊക്കെ കാണാൻ പറ്റും. ഇഷ്ടംപോലെ ലയങ്ങളുണ്ട് കേട്ടോ. മേ ബി ഇത് മുമ്പൊരു തേയിലത്തോട്ടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നിരിക്കാം. അപ്പോൾ ക്യാൻറ്റീനും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. ഒരുപാട് നാൾ കാത്തിരുന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അതായി ഈ കാണുന്നത് ലയങ്ങളാണ്. വരി വരിയായിട്ട് ഇഷ്ടംപോലെ ലയങ്ങളുണ്ട്. ഈ ഒരു മേഖലയിൽ നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത് റബ്ബർ തന്നെയാണ്. നമ്മൾ കയറി വന്ന സമയം മുതലേ റബ്ബർ തന്നെയാണ് കാണുന്നത്. റോഡൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. അതുപോലെ തന്നെ കുത്ത് തേരിയും റോഡ് മോശം കൂടെ ആയാലുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ബൈക്കിലോ അല്ലെങ്കിൽ നമ്മൾ 2 വീലറിൽ ഏതിലാണെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടഫായിട്ട് തോന്നും. അപ്പോൾ പിന്നെ ബസ്സിൽ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളങ്ങനെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വണ്ടി നിർത്തണം, അതുപോലെ തന്നെ ജാഗ്രതാ മുന്നറിയിപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് കാണുന്നത് മുഴുവൻ കാടാണ്. അത്യാവശ്യം ആന ഏത് സമയത്ത് വേണോ വന്ന് ചാടാവുന്ന ഒരു കാട്. കടുവയുടെയൊക്കെ ഫോട്ടോയൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടു. കടുവയുണ്ടോ പുലിയുണ്ടോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആന വന്നിങ്ങനെ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് വലിയ മരങ്ങളാണ്. ഇതാ വീണ്ടും ഒരു ആന ക്രോസിങ് ഏരിയ ആണ് എന്നുള്ളതിൻ്റെ ഒരു ബോർഡ് കണ്ടിരിക്കുകയാണ്. ചെറിയ റോഡാണ്. ഇപ്പം നമ്മൾ ഈ ബസ് പോകുന്നതിനിടയ്ക്ക് ഒരു ബൈക്ക് വന്നു കഴിഞ്ഞാൽ ബൈക്കിന് നിൽക്കാനോ പോകാനോ ഉള്ള സ്ഥലമില്ല. അത്രയ്ക്ക് ചെറിയ റോഡാണ്. നമ്മൾ ഈ ബസ്സിലെ ഡ്രൈവർ ചേട്ടനുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. നമ്മൾ കയറിയിരിക്കുന്നത് ഒരു റോങ് റൂട്ടിലാണ് ഗൈസ്. ആര്യങ്കാവ് വഴി വരുന്ന ബസ് ആണെന്നെങ്കിൽ നമുക്ക് കിടിലനായിട്ടുള്ള കാഴ്ചകൾ കിട്ടുമായിരുന്നു. പക്ഷേ എന്തൊക്കെയോ ഭാഗ്യങ്ങൾ കൊണ്ട് നമ്മൾ പുനലൂരിൽ നിന്നുമാണ് ബസ് കയറിയത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കാഴ്ചകൾ ഭംഗിയില്ല എന്നല്ല, അടിപൊളിയാണ്. പക്ഷേ മറ്റേ സൈഡിലും കൂടെയാണ് വന്നിരുന്നെങ്കിൽ അടിപൊളിയായിട്ടുള്ള കുറേ കൂടെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കിട്ടുമായിരുന്നു.
അത് അങ്ങനെയുള്ള വീഡിയോസാണ് കൂടുതൽ യൂട്യൂബിൽ കിടക്കുന്നത്. മാമ്പഴത്തറ റൂട്ടെന്നുള്ള ഒരു വീഡിയോ കിടക്കുന്നത് അതിലൂടെ വരുന്നതാണ്. അതായത് ആര്യങ്കാവ് നിന്ന് പുറപ്പെടുന്ന ബസ്സിലുള്ള കാഴ്ചകളാണ് അതിൽ കാണിക്കുന്നത്. ഈ കാണുന്ന ഒരു ഏരിയയിലാണ് ആനശല്യം കൂടുതലായിട്ടുള്ളത്. അതായത് ഇപ്പം കാറിലൊക്കെ വന്നവർക്ക് നേരെ ആന വന്നു, ആന റോഡ് തടഞ്ഞു എന്നുള്ള വീഡിയോ ഒക്കെ ഒരുപാട് വന്ന ഒരു ഏരിയയാണ്. അതായത് അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചുറ്റിനും നോക്കുകയാണ് എവിടെയെങ്കിലും ആന ഉണ്ടോ, എന്തെങ്കിലും മൃഗങ്ങൾ നിൽപ്പുണ്ടോ, അത്യാവശ്യം ഒരു കാട്ടുപോത്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. കാട്ടുപോത്തല്ല കേട്ടോ, ഇവിടെ കാട്ടിയാണ് കൂടുതലുള്ള, കാട്ടുപോത്തില്ല. അപ്പോൾ ഇതെല്ലാം നോക്കിയാണ് ഇരിക്കുന്നത്. ഇപ്പം മഞ്ഞിറങ്ങി നിൽപ്പുണ്ട്. വലിയ രീതിയിൽ മഞ്ഞൊന്നുമില്ല കേട്ടോ, ചെറിയ രീതിക്ക്. റോഡ് മോശമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകൊണ്ട് ഈ വീഡിയോ എടുക്കാനും നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പോരാത്തതിന് മഴയുണ്ട്. ഈ ഭാഗത്തെല്ലാം ആന വന്ന് ചവിട്ടി മെതിച്ചതിൻ്റെ ഒരുപാട് അടയാളങ്ങളുണ്ട് കേട്ടോ. അതായത് ആനക്കൊള്ളയെന്നൊക്കെ പറയുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ബസ് അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്, അതുകൊണ്ടാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത്. ഇതിൽ ഡ്രൈവർ ചേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവധി ദിവസങ്ങളാകുമ്പോൾ ഈ ഒരു റൂട്ടിൽ നല്ല രീതിക്ക് യാത്ര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. കാരണം യാത്രകളെ പ്രേമിക്കുന്ന, അതായത് കാടിനെ പ്രേമിക്കുന്ന ഒരുപാട് പേര് ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന്, അതായത് തെങ്കാശി ഏരിയ എന്നൊക്കെ വരുന്നവർ ഈ റൂട്ടിലോട്ട് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലായിട്ട് കാണാൻ പറ്റും അതുപോലെ വന്ന വണ്ടികളാണുള്ളത്. ആ ഒരു ജീപ്പിനെ കണ്ടപ്പോൾ ബസ് നിർത്തിയേ ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചതാണ് എന്താണ് പറഞ്ഞത് എന്നുള്ളത്. പിന്നീടാണ് മനസ്സിലായത് പുള്ളിക്കാരൻ അവിടെ ഫുഡിൻ്റെ കാര്യം എന്തുവാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ആന അവിടെ എവിടെയും നിൽപ്പുണ്ടാന്നൊക്കെ ഞാൻ ഒരു നിമിഷം ഇങ്ങനെ ചിന്തിച്ചു. ഞാൻ മാത്രമല്ല, ഈ ബസ്സിലുള്ള മിക്ക ആളുകളും ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ മാമ്പഴത്തറ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് ഏതോ ഒരു അമ്പലത്തിൻ്റെ ആർച്ചാണ് കണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് മാമ്പഴത്തറ LP സ്കൂൾ, അതായത് DBLPS എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. മഴ തകൃതിയായിട്ട് പെയ്യണുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു മലനിര കാണാം കേട്ടോ. അതിൽ മുഴുവനും പൈനാപ്പിൾ കൃഷിയാണ്. അതിൻ്റെ തൈകളെല്ലാം വച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് റബ്ബറും ഉണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു ആറ് ഒഴുകുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്, ഒഴുക്കുമുണ്ട് കേട്ടോ അതിലെല്ലാം. വീണ്ടും നമ്മൾ കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് റബ്ബർ തോട്ടത്തിന് നടുവിലൂടെയുള്ള റോഡിലൂടെയാണ് പോകുന്നത്. ഇപ്പോഴും റോഡിന് വ്യത്യാസമൊന്നുമില്ല, നാരോ റോഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ യാത്രയിൽ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആനി വന്നിരുന്നിട്ട് അവൾ മഴ ആസ്വദിക്കുകയാണെന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെയല്ല ഗൈസ്, മഴ കാരണം ഷട്ടർ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അവൾ കണ്ടത്. അടിപൊളി കേട്ടോ, നല്ല രീതിക്ക് മഴ പെയ്യണുണ്ട്. അതുപോലെ തന്നെ ചെറിയ മഞ്ഞ് ഇങ്ങനെ വന്ന് മൂടി നിൽപ്പുണ്ട് കേട്ടോ. നല്ല നൈസ് കാഴ്ചയാണ്. അങ്ങ് മലമേകളിൽ ഒരുപാട് മരങ്ങൾ നിൽപ്പുണ്ട്. ഇതെല്ലാം ഒരു അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ ഒരു സമയം കേട്ടോ. കാരണം ഈ ഒരു സ്ഥലം കാണാൻ എന്ത് വൈകി എന്ന് തോന്നിപ്പോയി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല നമ്മൾ, പക്ഷേ അടിപൊളി, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ കുറവൻ താവളത്ത് എത്തിയിരിക്കുകയാണ്. ബസ്സാണ് കേട്ടോ ഈ കിടക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് സ്റ്റോപ്പായ കുറവൻ താവളത്ത് എത്തിയിട്ടുണ്ട്. അടിപൊളി മഴയായിരുന്നുകൊണ്ട് തന്നെ മഞ്ഞിറങ്ങി കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഏറ്റ മലയുണ്ട്, പക്ഷേ മഞ്ഞ് മൂടി കാരണം ഒന്നും കണ്ടുകൂടാ ഗൈസ്. ഈ മഞ്ഞും മഴയൊക്കെ ഉള്ളതിൻ്റെ ഇടയ്ക്ക് KSRTC ബസ് കിടക്കണ കാണാൻ തന്നെ ഒരു ചന്തമാണ്. അടിപൊളി കേട്ടോ. അതിൻ്റെ പുറകിലുള്ളത് KSRTC ജീവനക്കാർക്കുള്ള കെട്ടിടമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ തിരിച്ച് ഇതേ ബസ്സിൽ തന്നെ പോകാൻ പോവുകയാണ്. കാലിയാണ് ബസ്. അവിടെ മാത്രം ഒരു പയ്യരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരുണ്ട്. ഞാനെനിക്ക് കോൾ അടിച്ചു. ഇന്ന് ഫുള്ള് ഒറ്റയ്ക്ക് നല്ലല്ലേ. എനിക്ക് തുപൂരം പോലും തന്നില്ല ഗൈസ്. അത് നഗ്നമായ സത്യം. പറഞ്ഞു വന്നാൽ കണ്ടെത്താറുണ്ട്. ഞാൻ ഇത്രയും നേരം ഇരുന്ന് വന്നുകൊണ്ടിരുന്ന ഫ്രണ്ട് സീറ്റിലാണ് ഗൈസ് ഈ സീറ്റ് ബെൽറ്റ് ഉള്ളത്. ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ എത്തിയതിന് ശേഷമാണ് കണ്ടത്. അപ്പോൾ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരിക്കാമെന്നൊക്കെ വിചാരിച്ച്. നൈസ് കേട്ടോ, കൊള്ളാം. ഡ്രൈവറിനും ഇതേപോലെ സീറ്റ് ബെൽറ്റ് ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഇവിടെ നിന്ന് വീണ്ടും തിരിച്ചു പോവുകയാണ്. അടിപൊളി. മഴയ്ക്ക് ഒരു മാറ്റവും ഇല്ല. മഴ അതുപോലെ തന്നെ പെയ്യണുണ്ട്. അപ്പം കാഴ്ചകൾ വ്യത്യാസം വരും. കാരണം ഞാൻ ഇത്രയും നേരം ഇരുന്ന് വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മളെ കാഴ്ചകൾ. മഞ്ഞത ഏകദേശം മൂടിയിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളെല്ലാം ഈ ഒരു ബസ്സിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഉള്ളതിൽ നിന്നും അധികമായിട്ട് മഞ്ഞിറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഷട്ടർ ഇടാൻ വേണ്ടി തോന്നുന്നില്ല എനിക്ക്. മഴ നനഞ്ഞാലും വേണ്ടൂല എനിക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇവിടെ എല്ലാം പൈനാപ്പിൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തൈകൾ നട്ടു വെച്ചിട്ടുണ്ട്. അടിപൊളി കാഴ്ചയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വന്ന് നോക്കുക.
സ്വന്തം വാഹനങ്ങളിൽ വരാൻ നോക്കുന്നവർക്ക് ഇതൊരു അഡ്വഞ്ചർ ട്രിപ്പായിരിക്കും. മാക്സിമം ശ്രദ്ധിച്ച് തന്നെ വരിക. ഒരുപാട് സ്പീഡ് എടുക്കേണ്ട. ഒരു 20-30 സ്പീഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫായിട്ട് വരാൻ പറ്റും. ഈ കാണുന്നത് ആന വലിച്ചു പറിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൊണ്ട് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്തതായി വരുന്ന കിടിലൻ വീഡിയോസ് കാണാം. അപ്പോൾ അതുവരെയും ബൈ.